എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിഷുക്കട്ട. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് വിഷു കൈനീട്ടൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു വിഷുക്കട്ട എന്നുള്ള പലഹാരം. ഈ ഒരു പലഹാരം സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വിഷുവിന് ഈ ഒരു രീതിയിൽ വിഷുക്കട്ട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എടുക്കുന്നത് ഒരു 1/4 കപ്പ് പച്ചരിയാണ്. ഇത് പച്ചരിയിലോ അതല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്ന ഉണക്കലരി വെച്ചിട്ടോ നമുക്ക് ഈ ഒരു വിഷുക്കട്ട തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ പച്ചരിയിലാണ് തയ്യാറാക്കുന്നത്. നല്ല ഇനം പച്ചരി വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വിഷുക്കട്ട തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ പച്ചരി നന്നായി കഴുകിയെടുക്കാം. വെള്ളം തെളിയുന്നവരെ ആണ് കഴുകിയെടുക്കേണ്ടത്. അങ്ങനെ 1-2 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് തയ്യാറാക്കി എടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വലുപ്പത്തിലുള്ള 2 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. തേങ്ങ പിഴിഞ്ഞിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ടിൻഡ് കോക്കനട്ട് ആണെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്ക് 1-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്നും തേങ്ങാപ്പീരയാക്കി എടുക്കാം. അതിന് ശേഷമാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അങ്ങനെ 2 തേങ്ങയും തേങ്ങാപ്പീരയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പീര അരച്ചെടുക്കുന്നത്. ഇപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് ഞാനിപ്പോൾ ഈ തേങ്ങാപ്പീര അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങാപ്പീര നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ 1-ാം പാലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് 2-ാം പാല് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് 2-ാം പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 3-ാം പാൽ എടുക്കുന്നില്ല, 1-ാം പാലും 2-ാം പാലും മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പാലും പിഴിഞ്ഞ് കിട്ടുന്നതാണ്. അങ്ങനെ 2 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഈ വിഷുക്കട്ട തയ്യാറാക്കാനുള്ള അരി വേവിച്ചെടുക്കുന്നത്. അങ്ങനെ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയുടെ 2-ാം പാലാണ്. ഇത് ഞാൻ 2 കപ്പാണ് ചേർക്കുന്നത്. 1/4 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ. അങ്ങനെ 2 കപ്പ് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. 2 വിസിൽ കഴിഞ്ഞ ശേഷം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് 2 വിസിലൊക്കെ വന്ന ശേഷം ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തേങ്ങാപ്പാലും ചോറൊക്കെ ഇട്ട് നന്നായൊന്ന് പറ്റി വന്നിട്ടുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊരു ഉരുളിയിലേക്കോ അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കോ മാറ്റാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1-ാം പാലിലേക്ക് നമ്മളിനി ചേർക്കുന്നത് ചുക്കുപൊടിയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. നമുക്ക് ഈ ജീരകത്തിനൊന്ന് ചതച്ച ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ജീരകം ചതച്ചാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ചുക്കും ജീരകവും കൂടി നന്നായി തേങ്ങാപ്പാലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വിഷുക്കട്ട തയ്യാറാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ചോറ് ചേർക്കാം. അങ്ങനെ ചുക്കും ജീരകവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ 1-ാം പാലാണ് ഇനി നമുക്ക് ഈ ചോറിലേക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായൊന്ന് വരട്ടിയെടുക്കാം. ഇനി തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ പച്ചരിച്ചോറും നന്നായൊന്ന് വരട്ടി തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ ഇനി ഈ ഒരു ചോറ് നന്നായൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോഴേക്കും നന്നായി പാലൊക്കെ വറ്റി എണ്ണ തെളിയുന്നവരെയാണ് നമുക്കൊന്ന് വരട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ നന്നായൊന്ന് ഇളക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാനിലേക്ക് മാറ്റിയത്. അതല്ലെങ്കിൽ ഉരുളിയിലേക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഉരുളിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് പാനിൽ തന്നെ ആക്കിയത്. അപ്പോൾ ഈ ഒരു വിഷുക്കട്ട വിഷു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത്. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഈ വിഷുക്കട്ട. പ്രത്യേകിച്ചും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അങ്ങനത്തെ തേങ്ങാപ്പാൽ വറ്റി വരുന്ന സമയത്ത് ഇങ്ങനെ
ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ. തേങ്ങാപ്പാൽ ഇങ്ങനെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി വറ്റുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിയുന്നൊരു പാകമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ അതാ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞൊരു പാകമായിട്ടുണ്ട്. പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന ഈ ഒരു രീതി ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു തണുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ആദ്യം അല്പം വെളിച്ചെണ്ണയാണ് തടവുന്നത്. തേങ്ങാപ്പാലിനോട് യോജിച്ച് കിട്ടുന്നത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് തടവാൻ പാടുള്ളൂ. നെയ്യ് തടവരുത്, അപ്പോൾ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നന്നായി പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും നന്നായി വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലേക്കാണ് ഇത് ഇടേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ആ വാഴയിലയുടെ സ്മെല്ലും കൂടി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അതിന് ശേഷം നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കിണ്ണം വെച്ച് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഓരോ കട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെതാ വിഷുക്കട്ടയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് തണുത്ത ശേഷമാണ് എടുക്കേണ്ടത്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയാണ് തയ്യാറാക്കേണ്ടത്. ഒരു 2 അച്ച് ശർക്കര എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ട ശർക്കര ആയതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം വളരെ തിക്കായിട്ടുള്ള ഒരു ശർക്കര പാനിയാണ് നമുക്ക് വേണ്ടത്. ഒരു നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. തിക്കായിട്ടുള്ള ഒരു ശർക്കര പാനിയാണ് നമുക്ക് ഈ ഒരു വിഷുക്കട്ടയുടെ മോഡലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി ഉരുക്കിയെടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല തിക്കായി വരുന്നതായിരിക്കും. അതിനുശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനെന്താ ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടി ചേർക്കാം. കൂടുതലാവണ്ട, കുറച്ച്. അങ്ങനെ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നത് കാണാം. അതിന് ശേഷമാണ് നമ്മൾ വിഷുക്കട്ടയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത്. അങ്ങനെ എന്താ നമ്മുടെ വിഷുക്കട്ടയൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത് ഈ ശർക്കര പാനിയാണ്. അങ്ങനെ ശർക്കര പാനിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വിഷുക്കട്ട വിഷുവിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അങ്ങനത്തെ വിഷുക്കട്ടയൊക്കെ ശർക്കര പാനി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഷുക്കട്ടയൊന്ന് കട്ട് ചെയ്ത് നോക്കാം.